ഇവിടെ മൂട്ടിക്ക്. ആ മുട്ടിക്കണം. ആ മുട്ടിക്ക്. ആ മുട്ടിക്ക്. ആ മുട്ടിക്ക്. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമില്ല. നിങ്ങൾ ആദ്യം ഒരു വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അതിനകത്ത് മനസ്സിലാവും ആ പെണ്ണ് സ്വന്തമായിട്ട് അങ്ങോട്ട് അടുത്ത് നിൽക്കുകയാണ് എന്നുള്ളത്. അത് ഒരു കണ്ടന്റിന് വേണ്ടി ആ പെണ്ണ് ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ളതും. അതിനകത്ത് ആ പെണ്ണ് കുറ്റക്കാരനായി പറയുന്ന വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ല. കാര്യം കുറച്ചു മുമ്പ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നിങ്ങളൊന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ. എല്ലാം നല്ലതാണ്, അധികമായ അമൃതവും വിഷമാണ്. അന്ന് ആദ്യത്തെ മറ്റേ പെൺകുട്ടിയുടെ ആ കേസ് വന്നപ്പോൾ തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ സാധിച്ചായിരുന്നു, ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. ബസ്സിനകത്ത് തെക്കും തിരക്കൊക്കെ ആകുമ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാതെ അറിഞ്ഞൊക്കെ മുട്ടിയെന്നിരിക്കും. ആ പെണ്ണിന് വേണേ മാറിയിരിക്കായിരുന്നു, അവിടെ സ്ഥലമുണ്ട്. ആ പെണ്ണ് അങ്ങോട്ട് മാറിയോ ഇങ്ങോട്ട് മാറിയോ ഒന്നും നിന്നിട്ടില്ല. ആ പെണ്ണിന് കറക്റ്റ് കണ്ടന്റിന് വേണ്ടി തന്നെ വീഡിയോ പിടിച്ചേക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ഒരച്ഛനും അമ്മയ്ക്കും, ആ വാർത്ത തന്നെ ഇവിടെ കൊടുക്കാം. ഒരച്ഛനും അമ്മയ്ക്കും ഏക മകനാണ്. അവരുടെ വീട്ടിലേക്കുള്ള ഏക വരുമാന മാർഗമാണ്. അവരുടെ കുടുംബം നോക്കുന്ന ഏക വ്യക്തിയായിരുന്നു. ഇനി ആ മാതാപിതാക്കൾക്ക് തുണയായിട്ട് ആരുമില്ല. അവരുടെ ജീവിതം മുമ്പോട്ട് എങ്ങനെ പോകും? നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുവാൻ വേണ്ടി, ഒരു കണ്ടന്റിന് വേണ്ടി വെറുതെ ഇങ്ങനെ ജീവിതങ്ങൾ നശിപ്പിക്കല്ല്. പെണ്ണിന് വലിയ പ്രിവിലേജാണ് ഈ കമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യല്ലേ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. ഒരു കുടുംബം ഒന്നടക്കമാണ് ഇപ്പം നശിച്ചേക്കുന്നത്. അതിപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ നമുക്ക് ആ വാർത്ത ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഒരു സംഗതികളിലേക്കും വരാത്ത, കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപകർഷമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ. എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുതെന്ന്. അത് റിക്വസ്റ്റാണ്. കൂടുതലൊന്നും പറയല്ല. ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തതെന്നുള്ളൂ. പക്ഷേ പോയത് ഈ ഒരു അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്. അവർക്ക് വേറൊരു ആളുമില്ല. അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ആ കുട്ടി അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാണ്. അത് അവരെ വിജയിച്ചും ചെയ്ത ആ കാര്യത്തിൽ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് അടക്കമുള്ളവർക്ക് നഷ്ടപ്പെട്ട് അവനെ ഞാൻ അറിയണ കാലം മുതലേ അവനൊരു ഇതിലും ഇല്ല. ഞാൻ അവനെ അത്ര ഞങ്ങളൊരു വേണ്ടത്തരത്തിൽ പോലും പോകില്ല. അവനെ ഞങ്ങളെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും അറിയാം. കൂടുതൽ വിവരങ്ങളുമായി കിരണാണ് നമുക്കൊപ്പം ചേരുന്നത്. കിരൺ, ദീപക് കടുത്ത അപമാന ഭാരത്തിലായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവം എപ്പോഴാണ് നടന്നത്? ഈ പരാതി ഉയർന്നതൊക്കെ എങ്ങനെയാണ്? പ്രജുല, ഇന്ന് രാവിലെയാണ് ദീപകിനെ ഗോവിന്ദപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ എഴുന്നേക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ ഈ മുറി മുട്ടി നോക്കുമ്പോൾ തുറന്നിരുന്നില്ല. അതിനുശേഷം നാട്ടുകാർ കൂടി തുറന്നു നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ചതാണെന്നുള്ളത് മനസ്സിലാക്കുന്നതോടെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. ഏതായാലും ഇതിൽ ഗൌരവമായിട്ടുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത്, ദീപകുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് വഴി പ്രചരിപ്പിച്ചിരുന്നു. അതിന് ആധാരമായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദീപക് കണ്ണൂരിൽ പോയിരുന്നു. അതായത് ദീപക് ഇവിടുത്തെ ഒരു വസ്ത്ര വ്യാപാരശാലയുടെ ഒരു സെയിൽസ് മാനേജറാണ്. അതിന്റെ സെയിൽസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകാറുമുണ്ട്. അങ്ങനെ പോയ സമയത്ത് ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുകയും ആ വീഡിയോ പല സ്ഥലങ്ങളിലേക്ക് എത്തുകയും അത് ഷെയർ ചെയ്യുകയും അത് പലരും കമന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് കണ്ട ദീപക് വളരെ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ദീപക് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു. ഇതിൽ വലിയ വിഷമത്തിലായിരുന്നു ദീപക് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി പോലും ഇതുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രചരിക്കപ്പെടുകയും പല സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി പ്രചരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദീപക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയിലടക്കം വിളിച്ച സുഹൃത്തുക്കളോടക്കം ഈ കാര്യങ്ങളെക്കുറിച്ച് ദീപക് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഏതായാലും ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതായാലും ഗൌരവമായിട്ടുള്ള ആരോപണം കുടുംബം ഉയർത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ആളല്ല ദീപക്. ദീപകുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസോ ഒന്നും തന്നെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് ദീപകിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ഒപ്പം ദീപക് കഴിഞ്ഞ 7 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന
എന്ന സ്ഥാപനത്തിന്റെ ഉടമ അടക്കമുള്ള ആളുകളും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, കുറെ പേര് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ നാട്ടിലിപ്പം കണ്ടന്റിന് വേണ്ടി ഇപ്പൊ ഇതാണല്ലോ ഫാഷൻ. കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടത്. നിങ്ങൾ അത് മനസ്സിലാക്കണം. സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരെയൊക്കെ ഈ രീതിയിൽ താറടിച്ച് കാണിച്ചാൽ അവർക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അവരെന്ത് ചെയ്യും? സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴിയിൽ കുറച്ച് ആൾക്കാരാണോ കാണുന്നത്? ലോകം മൊത്തം കാണുകയല്ലേ. പിന്നെ എങ്ങനെ അവർക്ക് വേറെ ഓപ്ഷൻ എന്താണ്? മാനസികമായി അത്രയും തകർന്നു പോകും. ആരായാലും ചിലപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകും. തിരിഞ്ഞിന്ന് പോരാടാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരത്തില്ല. പെണ്ണാണ് എന്ന ഒരു കാരണം കൊണ്ട് മാത്രം അത് നിങ്ങൾ പോസിറ്റീവായി എടുത്തുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലേക്ക് അധപ്പതനം കാണിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അവരുടെ മാതാപിതാക്കൾ മൊത്തം വഴിയാധാരമായി. ആര് സമാധാനം പറയും ഇതിനെല്ലാം? ഈ പെൺകുട്ടിക്കെതിരെ ഇനി വരുന്ന ആൾക്കാർ ഇതുപോലുള്ള മാനസികമായ പീഡനങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടി, അല്ലെ ഈ പ്രഹസനങ്ങൾ ഇതുപോലുള്ളത് കാണിക്കാതിരിക്കാൻ വേണ്ടി ഈ പെണ്ണിനെതിരെ ശക്തമായ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കണം. ഒന്നെങ്കിൽ അത് സ്വമേധയാ പോലീസോ ബാക്കിയുള്ളവരോ കേസെടുത്ത് ചെയ്യും. മരണപ്പെട്ട വ്യക്തിയുടെ ആരെങ്കിലും ബന്ധുക്കൾ കേസ് കൊടുത്ത് ഈ കേസുമായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഈ മേലാൽ ഒരാളുടെ ജീവനും ഇതുപോലുള്ള പ്രഹസനങ്ങൾ കാരണം പൊലിയാൻ പാടില്ല. അത് മാത്രമല്ല, ആര് കണ്ടന്റിന് വേണ്ടി ഇമാതിരിയുള്ള തോന്നിയവാസങ്ങൾ ഇനി കാണിക്കാനും പാടില്ല. അതിനുള്ളൊരു മറുപടിയായിട്ട് ഈ വിഷയം മാറണം. എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. അത്തരത്തിലേക്ക് കേസുമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ അത് മുതലെടുക്കരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മരണപ്പെട്ട വ്യക്തിക്ക് ആദരാഞ്ജലികൾ അറിയിക്കുന്നു. അതോടൊപ്പം നമുക്ക് വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.